ഇതിന്റെയൊക്കെ ഇതിനെ അടിച്ചു തരാന്ന് പറഞ്ഞു. എന്തിന്റെ പേരിലാണ് നീയൊക്കെ ഇവരെ കയറി വെളുപ്പിക്കുന്നത്? മനസ്സിലായ? എന്തിന്റെ പേരിലാണ് നീയൊക്കെ ഇവരെ കയറി വെളുപ്പിക്കുന്നത്? ഈ പറഞ്ഞ പരിപാടി ചെയ്തോട്ടോ. നിന്റെയൊക്കെ വീട്ടിലുള്ള പെങ്ങന്മാര് ഇതിനെയും കിട്ടി, ഇവൻ ഈ പറഞ്ഞ പരിപാടിയും ചെയ്ത്. പിന്നെ ഞാൻ വേറൊരാളാക്കുന്നുണ്ട്, സൂപ്പർ വാവ. എടാ പല്ല പൊന്ന ഒലയ, ഞാൻ പറയുന്നില്ല. എടാ സൂപ്പർ വാവ, നിന്നോടൊക്കെ കുറച്ചൊരു ഇതൊക്കെ ഉണ്ടായിരുന്നടാ, കുറച്ചൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അത് പോയടാ മോനെ. ഞാൻ ഒരു റീല് കണ്ടു, എന്റെ എന്തോ തൊപ്പി എന്തൊക്കെ ആയിക്കോട്ടെ, തൊപ്പി നല്ലൊരു എന്റർടൈനർ ആണ്. ഞാൻ പറയുന്നില്ല ബ്രദർ, ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ഞാൻ കണ്ടവന്റെ ഇത് കൊണ്ടുപോയി ഞാൻ കൂട്ടി കൊടുക്കാന്ന് പറയുന്നത് നിന്നേക്കണ്ടല്ല. നിന്നേക്ക് എന്ത് തരത്തിലാണ് ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കണ്ട പന്ന പൊലയാടി മോനെ. സുഹൃത്തുക്കളെ, ഞാൻ എന്താ പറഞ്ഞു? ഞാന് തൊപ്പി ചെയ്ത കാര്യങ്ങൾക്കല്ല പറഞ്ഞു. ഞാൻ എന്താ പറഞ്ഞു? തൊപ്പിന്റെ വീഡിയോസ് എനിക്ക് ഇഷ്ടമാണ്, എന്റർടൈൻമെന്റ് ആണ്. ഞാൻ അതാ പറഞ്ഞു. അല്ല തൊപ്പിന്റെ കാര്യങ്ങൾ എന്താന്ന് എനിക്കറിയില്ല. അതിലിപ്പോ ഇവനും നല്ല ആളൊന്നല്ലല്ലോ, മനസ്സിലായോ? അല്ല ഇവൻ ഇവിടെ നല്ല പള്ളിക്കലെ മൗലൂദും ചെല്ലിയിരിക്കുന്ന വ്യക്തിയാണല്ലോ ഇവന്. എന്നിട്ടാണല്ലോ അവൻ പറയണത്. എന്തോ ഓന്റെ കേസ്. അല്ല ഇൻസ്റ്റത്തില് തെറി പറയണതിൽ ഒരു പരിധി ഉണ്ട്. കാരണം എന്താ പറയാ, ഈ പറഞ്ഞ പരിപാടി ചെയ്തോട്ടോ, പരിപാടിയും ചെയ്ത് കണ്ടവന്റെ ഇൻസ്റ്റാഗ്രാമില് 30 സെക്കൻഡിൽ ചെവിയിൽ വന്ന് പറയുമ്പോ അതിന്റെ താഴെ വന്ന് കൊണക്കല്ലേ, മനസ്സിലായ? അല്ലെങ്കിൽ തൊപ്പി വന്ന് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഈ പറയുന്ന വ്യക്തികളും അത്ര നല്ല ആൾക്കാരൊന്നും അല്ല, മനസ്സിലായോ? തൊപ്പി എന്തോ ചെയ്തോട്ടെ, അതൊന്നും എനിക്കറിയണ കാര്യങ്ങളല്ല. തൊപ്പി ചെയ്തത് ശരിയാണോ അല്ലേന്ന് ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല, മനസ്സിലായോ? ഇതിൽ ആരെ ഭാഗത്താ തെറ്റി ശരിയെന്ന് പോലും അറിയില്ല. ഞാൻ ഒരാളെ വെളുപ്പിക്കണമെന്നില്ല ബ്രോ. എനിക്ക് വെളുപ്പിച്ചിട്ട് ഇപ്പൊ എന്ത് കിട്ടാനോ? എനിക്കൊന്നും കിട്ടാല്ല, മനസ്സിലായോ? ഞാൻ എന്താ പറഞ്ഞേ? ഞാൻ എന്താ പറഞ്ഞെന്നറിയോ? എനിക്ക് ഓന്റെ ഈ വീഡിയോസും കാര്യങ്ങളും എന്റർടൈൻമെന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് നല്ല ഇഷ്ടമാണ്. ഞാൻ സത്യം പറഞ്ഞാല് ഓന്റെ വീഡിയോസ് അത് ഇഷ്ടമില്ലാത്തൊരു വ്യക്തികള് കുറവേക്കാരം ഉണ്ടാവും. ചില ആൾക്കാരൊക്കെ ഉണ്ടാവും, അത് പറ്റാത്ത ആൾക്കാരുണ്ടാവും. പക്ഷെ എനിക്ക് ഓന്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുള്ള കാര്യം പറഞ്ഞു. അതിൽ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ട് പൊന്നാര മോനെ, ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ട് ഓൻ എന്തോ ആയിക്കോട്ടെ, ഓന്റെ സ്വഭാവം എനിക്കറിയില്ല. അതിനെപ്പറ്റി ഞാൻ അവിടെ വന്നു വലത്തണില്ല. ഞാൻ എന്താ പറഞ്ഞത്? എനിക്ക് ഓന്റെ കണ്ടന്റ്സും കാര്യങ്ങളും ഇഷ്ടമാണ്. അതിന് ജി മുറ്റിലെ വർത്താനം പറയണ്ട പന്ന. എനിക്കിതിൽ പറയാൻ ഒരു ഇതുണ്ട്, അതുകൊണ്ട് ഞാൻ പറയണില്ല. പിന്നെ ഇവന് മുസാഫിന്റെ നടുവത്തെ കണ്ടാണല്ലോ ഇവൻ ഇങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞാല്. ഞാനൊരു കാര്യം പറയട്ടെ സുഹൃത്തുക്കളെ, ഞാൻ ഇനി ഇതുവരെ പറയാത്തൊരു കാര്യമാണ് ഇത്. ഞാൻ ഇവൻ ഇങ്ങനെ പറഞ്ഞോണ്ട് മാത്രം ഞാൻ പറയുന്നതാണ്. ഇവൻ ഇത് പറഞ്ഞോണ്ട് മാത്രം ഞാൻ പറയുന്നതാണ്. ഞാനേ തൊപ്പിയുടെ ലൈവിൽ പോയി. ഒരു മിനിറ്റ്. ഈ വ്യക്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര, ഈ ചങ്ങായി പറഞ്ഞ ഭയങ്കര അഹങ്കാരമുള്ള ഒരു വ്യക്തിയാണ്. സത്യം പറയാലോ, അഹങ്കാരം എന്താണെന്ന് അറിയില്ല. ഞങ്ങൾ അന്ന് തൊപ്പിന്റെ ലൈവിൽ പോയപ്പോ ബാക്കി എല്ലാരും വന്ന് വർത്താനം പറയണ എല്ലാം ഉണ്ട്. ഇത് വർത്താനം പറയണം എന്നല്ല ഞാൻ പറയണത്, ഒരു വീട്ടിൽ ഒരു അതിഥി വരികയല്ലേ. അപ്പൊ ബാക്കിയുള്ള എല്ലാരും അടിപൊളിയായിട്ട് നിൽക്കണ കണ്ട് ഇവനെ അവിടെ വന്നിട്ട് ഓനോന്റെ ഒരു സാധനമാണ് ഇവന്. ഓന റൂമിൽ നിന്നൊക്കെ തൊപ്പി വിളിച്ചിട്ട് വന്നാണ് തൊപ്പി വിളിച്ചിട്ട് വന്നാണ് ഇവനൊക്കെ. അത് എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവൻ ഈ മറ്റുള്ള വർത്താനം പറയുമ്പോ പിന്നെ നമുക്ക് മുണ്ടായിരിക്കാനും പറ്റൂലല്ലോ. എടാ പൊന്നാര മോനെ, ഞാൻ തൊപ്പിനെ വെളുപ്പിച്ചിടില്ല, കറുപ്പിച്ചിടില്ല. ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ ഓന്റെ ഇൻസ്റ്റാഗ്രാമത്തെ വീഡിയോസേ നോക്കണുള്ളൂ. ഓന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് നോക്കണ്ട. ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ കോടതിയല്ല അത് നോക്കിയിട്ട് അവന്റെ കുറ്റം തെറ്റും കണ്ടുപിടിക്കാൻ ഞാൻ ഇവിടുത്തെ കോടതിയല്ല. എനിക്കത് കണ്ടിട്ട് കാര്യമില്ല. ജിൻ ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കണ്ട. ഞാൻ കണ്ടന്റ് ക്രിയേറ്റർ. ഞാൻ എവിടെയും വന്നിട്ട് ഞാൻ ഇൻഫ്ലുവൻസർ ആണ് എന്റെ പോലെ പറയണില്ല. പിന്നെ ഞാൻ ഓനെ വെളുപ്പിച്ചിട്ടില്ല. ഞാൻ ഓന്റെ കണ്ടന്റ് ഇഷ്ടമാണെന്നുള്ള കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഓന്റെ സ്വഭാവം എന്താണ്, ഓൻ പെണ്ണിനെ പീഡിപ്പിച്ചു, അന്നാ പോയി പീഡിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു കാര്യം ആലോചിക്കാൻ മുത്തേ, ഇജിവിടെ ഈ മജ്ലിസ് നൂറിന് പോയിട്ട് ഇരുന്നിട്ടല്ല ഇജിപ്പോ ഒളിവില് പോയത്, മനസ്സിലായോ? ഇതേപോലെ കൊണച്ച വർത്താനം കൊണച്ച കാട്ടിക്കൂട്ടലും കാട്ടിയിട്ടാണ്. ഇതൊരു ഇൻഫ്ലുവൻസർ ആണോ? ഇതൊരു ഇൻഫ്ലുവൻസർ ആണ്. ഇജ് ലൈവിൽ എന്തൊക്കെ കാട്ടലുണ്ട് മുത്തേ? ഞാനിത് ഒരിക്കലും തൊപ്പിനെ സപ്പോർട്ട് ചെയ്യുക, സെമീറിനെ കുറ്റം പറയല്ലോ കേട്ടോ. ഇത് സെമീർ പറഞ്ഞോണ്ട് മാത്രം ഞാൻ പറയണേ. ഞാൻ തൊപ്പിനെ ഒരിക്കലും വെളുപ്പിക്കല്ല. തൊപ്പി നല്ല കാര്യങ്ങളല്ല ചെയ്തതും. സത്യം പറയാൻ നല്ല കാര്യങ്ങളല്ല ഓൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. അത് ഞാൻ ഓനെ വെളുപ്പിക്കണമല്ല. പക്ഷെ ഞാൻ എന്താ അതിൽ പറഞ്ഞേ? ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഞാൻ എന്താ പറഞ്ഞു? തൊപ്പിന്റെ കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. അതിനെന്താ ഒരാളെ കണ്ടന്റ് ഇഷ്ടമായിക്കൂടെ? നമ്മളെന്താ നോക്കണേ? നമ്മൾ ഈ സ്ക്രീനിലെ സംഭവങ്ങളാണ്. അത് നമ്മൾക്ക് ഇഷ്ടമാണ്, നമ്മളത് കാണും. ഇഷ്ടമാണെങ്കിൽ ഞാൻ കാണും ചെയ്യും. ഇജ് പിന്നെ കാണണൊക്കെ നല്ലതാണല്ലോ. അത് ഞാൻ കണ്ടു എന്റെ വീഡിയോയില്. ഇജ് കാണുന്നത് നല്ല ഇതാണല്ലോ, കണ്ടിട്ട് ഇങ്ങനെ ആക്കണേ. ഇജ് കാണുന്നത് നല്ലതാണല്ലോ. നമ്മളെ പോലെ ചെറ്റല്ലാത്ത കൊണ്ടില്ല. സൂപ്പറാവാ, മണ്ടമാവാ. താങ്ക് യു. ഇജൊക്കെ ഇങ്ങനെ ഓന്റെ അണ്ടി താങ്കി കിടന്നോളി. അശ്വിൻ ഓന്റെ
എടാ മുത്തേ എന്തുകൊണ്ടും ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ തൊപ്പിനെ അങ്ങനെ വെളുപ്പിക്കാനോ നിൽക്കാനോ ഒന്നും വന്നതല്ല. പക്ഷെ കണ്ടന്റിന്റെ കാര്യത്തിൽ ഇവരിങ്ങനെ ഒപ്പം നടന്ന് ഊമ്പിച്ച സ്വഭാവം ഉണ്ടല്ലോ, എനിക്കും കിട്ടിയതാണ് കുറെ. ഒപ്പം നടന്നിട്ട് ഇതാക്കിയ സ്വഭാവേ നമ്മക്കും കിട്ടിയതാണ്. ഞാൻ എന്തായാലും ഒപ്പം നടന്നിട്ട് ഊമ്പിച്ചിട്ടില്ല. ഓക്കെ, ഞാൻ ഇനി എന്തോ പറഞ്ഞോട്ടെ, കൂടെ നിന്ന് വളർത്തിയോനെ പിന്നൊന്ന് കുത്തിയിട്ടില്ല. മനസ്സിലായോ? മനസ്സിലാക്കിക്കോ. എനിക്ക് എന്നോട് ബന്ധമൊന്നുമില്ല. എനിക്ക് തൊപ്പിനോട് തന്നെ ബന്ധം. പറഞ്ഞ ഞങ്ങള് ഫ്രണ്ട്സ് ഒന്നുമല്ല. ഫ്രണ്ട്സ് പറഞ്ഞാൽ ഞങ്ങൾക്ക് കണ്ടില്ല പരിചയം, ലൈവിൽ പോയി അത്ര പരിചയമുള്ളൂ. പിന്നെ എന്താ വെച്ചാൽ ഞാൻ ഓനക്ക് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതേമാതിരി എല്ലാരും പോലെ വിളിച്ചിട്ട് തൊപ്പി എവിടെ പറഞ്ഞിട്ട് ഞാൻ എന്താ വെച്ചാൽ ഓനക്ക് ഒരു റെസ്പെക്ട് അല്ല, ഒരു സംഭവം കൊടുക്കുന്നുണ്ട്. നമ്മളെപ്പോഴും ഒരു വിളിച്ചിങ്ങാണ്ട് ഒരു വ്യക്തിനെ അങ്ങനെ വിളിച്ചു എല്ലാവർക്കും ഇഷ്ടാവുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ഒരു കമ്പനി അങ്ങനെ തുടരാറില്ല. ഞാൻ എന്തെങ്കിലും തൊപ്പിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ, ഇപ്പോ ഓരോ വ്യക്തികൾ എന്നോട് ഓരോന്ന് പറയാം, അപ്പൊ പോലും ഞാൻ റാംബോനെ കണക്ട് ചെയ്തിട്ടാണ് തൊപ്പിനോട് പറയല്. ഇത് എനിക്കല്ലാതെ തൊപ്പിനോട്ട് അല്ലാതെ ബന്ധം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അതിനെന്താ ഇനിയിപ്പോ ബന്ധം ഉണ്ടെങ്കിൽ തന്നെ എന്താ? എടാ മുത്തുമാണിയാ, ഇവിടെ ഈ ഇന്ത്യയിലുള്ള കേരളത്തിലൊക്കെ മാന്യന്മാരച്ചിട്ട് അല്ല ഇജ് എന്താ ബെഡ് കടന്നു കണ്ട ഒരു വീഡിയോ കണ്ടു വിട്ടീന്? അതെന്തേനു? മറ്റേ ദിവാലിക്കുള്ള വാണേനു ആണേ? എടാ മുത്തേ, നമ്മളൊരു കാര്യം, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം കേട്ടോ. നമ്മളൊരാളെ വിമർശിക്കണുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കാര്യത്തിൽ ഓക്കെ ആണോ? എന്നിട്ട് ഓൻ പറയാം ഇജൊക്കെയാണ് ഇൻഫ്ലുവൻസർ, ഇവനോ ഇജെന്താ കാട്ടണേ? അല്ല തൊപ്പിന്റെ ഒപ്പം നിന്നിട്ട് എന്താ കാട്ടീനു? ഞാൻ ഒരിക്കലും തൊപ്പിനെ വെളുപ്പിക്കണതല്ല. ഞാൻ എനിക്ക് തോന്നിയ ഞാൻ അതിൽ വന്ന് പറയും. അത് നിങ്ങൾക്ക് എടുക്കേണ്ടവർക്ക് എടുക്കാം, അല്ലാത്തവര് ഇതേപോലെ ഇന്നോളി. സൂപ്പർ വാവയുടെ അണ്ടി താങ്ങി നടക്കുന്ന അർജുൻ ജേസി ഇഷ്ടമണ്ടാ നീയാ? അണ്ടി താങ്ങുന്നില്ല ബ്രോ. ട്രിപ്പ് എങ്ങനെ? ട്രിപ്പ് ഉസാറായിനോ? ഇതുപോരെ ഇനി നമ്മള് കൊടുക്കാൻ വന്ന സംഭവങ്ങൾ ഇതൊന്നല്ല. പാവ ഈ സൂപ്പറാണ് മോനെ. താങ്ക് യു ബ്രോ. ഞാൻ സൂപ്പറാണെന്നൊന്നും ആരും പറയണ്ട. എനിക്ക് അങ്ങനെ ആരെയും ഞാൻ അന്ന താക്കല്ലോ, ഞാൻ ഈ നായിക്കളോട് പറയാം, അന്ന പറയല്ല. എനിക്ക് ഇന്ന അങ്ങനെ ആരും സൂപ്പർ ആക്കി ഇതാക്കൊന്നും വേണ്ട. ഇന്ന എന്തായാലും പറഞ്ഞു കഴിഞ്ഞാല് കാര്യമില്ല, ഇനി പറഞ്ഞോളി. ഞാൻ മാന്യനൊന്നുമല്ല. ഇന്ന നിങ്ങൾ മാന്യനായിട്ട് കാണും ചെയ്യരുത്. നാളെ മറ്റന്നാ ഞാനും മനുഷ്യനാണ്, ഇന്റെ അടുത്തും പറ്റിപ്പോവും. ഞാൻ മാന്യനായി എനിക്ക് എന്താണെന്നറിയോ, എനിക്ക് നിങ്ങളോട് മനുഷ്യന്മാരോട് ഒരൊറ്റ കാര്യം പറയാനുള്ളത്, അതായത് പുറത്ത് മാന്യനായി കണ്ട് ബാക്കിൽ ഊമ്പിക്കണ സ്വഭാവം കളിക്കരുത്. പുറത്ത് മാന്യനായി അഭിനയിച്ചിട്ട് ഒരു മറ വെച്ചിങ്ങാണ്ട് ചെറ്റത്തരം കാട്ടുന്നത് ഭയങ്കര തെണ്ടിത്തരാണ്. അയക്കും നല്ല ഞാനൊരു ചെറ്റയാണെന്ന് പറയുന്നതാണ് സത്യമായിട്ടും. എനിക്ക് അങ്ങനത്തെ വരെ തീരെ പറ്റൂല കേട്ടോ. ഈ ഒരു മറ വെച്ചിട്ട് ബാക്കിൽ വേറെ ഫ്രണ്ടിൽ വേറെ, അത് ഭയങ്കര ചെറ്റ സ്വഭാവമാണ് മനുഷ്യന്മാരെ. ഞങ്ങളോടെ പറയണത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. ഇനി അതിന് ട്രോളിങ് ആണ്ട് രണ്ട് ചങ്ങായിമാര് വീഡിയോ ഇട്ടു. ഒന്ന് ഇവന്. I know this content is gonna hurt. നിക്ക്. ഈ സ്ക്രീൻ ഒന്ന് ചെറുതാക്കട്ടെ. ഒരു മിനിറ്റ്. സ്ക്രീൻ ഒന്ന് ചെറുതാക്കട്ടെ. എനിക്ക് സമീറിനോട് ഞാനൊന്നും ഈ ചങ്ങായിനോട് ഒന്നും പറഞ്ഞിട്ട് ഒന്നും കാട്ടില്ല. എനിക്ക് അന്ന് അവിടെ തൊപ്പിന്റെ ലൈവ് പോയിട്ട് ആകെ ബാഡ് കിട്ടിയത് ഈ ചങ്ങായിന്റെ ആയിരുന്ന. ഇവനും അവന്റെ ഒരു 1.5 കിലോ അഹങ്കാരം താങ്ങി നിൽക്കുക. നമ്മളൊരു വീട്ടിൽ കയറി ചെന്നുണ്ടാവില്ല ഒരു മര്യാദ, അതൊന്നുമില്ല. ഇവനും അപ്പോഴും ഒരു അഹങ്കാരം താങ്ങി കണ്ടില്ല ഒരു നിർത്താണ്. ആ മമ്മു അതിലും ഇവലെ എല്ലാരും റാംബോ വരെ തൊപ്പി വരെ എന്തിനാ പറയണ കിങ് തൊപ്പി വരെ എത്ര അടിപൊളിയായിട്ട് നീന്ന്. ഇവനൊരു മാതിരി കണ്ടി താങ്ങിയാണ്ട് നിൽക്കേനു. ഞാൻ ഇതൊന്നും ഇവിടെ വന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. നമുക്ക് അതിന്റെ അങ്ങനെ അത് പറഞ്ഞാണ്ട് റീച്ച് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജിന്നെ പറഞ്ഞ സ്ഥിതിക്ക് പറയണാണ് സെമീറെ. എനിക്ക് എന്ത് പറയാനുള്ള യോഗ്യത ഉണ്ട്? ഇജ് മുസാഫിന്റെ നടുത്ത കണ്ടാണോ? ഇജ് എന്ത് ഇൻഫ്ലുവൻസർ ആയിക്കണല്ലേ? എടാ ഞാൻ ഇങ്ങനെ മുത്തേ, ഞാൻ ഇങ്ങനെ വന്നവനാണ്. ഞാനല്ലാതെ ഒരിക്കലും അവിടെ മാന്യത കളിച്ചുകൊണ്ട് സർട്ടിഫിക്കറ്റിൽ കള്ളത്തരം കാട്ടിയിട്ടൊന്നും കൊണ്ടുപോയിട്ടില്ല. ഞാൻ എന്താണ് അതവിടെ കാണിക്കും. ഞാൻ നാളെ ഒരു പെണ്ണിനെ പിടിപ്പിച്ചാൽ ഞാനത് പറയടോ.